ദൈവമായ കർത്താവേ, ജന്മദിനം ആഘോഷിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങേക്ക് കരുണ തോന്നണമേ. ഈ സമയം വരെ ഇവരുടെ മേൽ ചൊരിഞ്ഞിട്ടുള്ള കൃപകൾക്കും ഇപ്പോൾ ഞങ്ങളിതാ തന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ആയുസ്സും ആരോഗ്യം നൽകി പരിപാലിക്കുന്നവരെ, ഇവരുടെ മരണം വരെ ഇവരോട് വാത്സല്യം കാണിക്കുകയും ഇവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. നിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായ ഇവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഇവർ ജീവിതകാലം മുഴുവൻ സുഖമുള്ളവരായി തീരണമേ. വിശ്വാസവും ശരണവും സ്നേഹവും നിറഞ്ഞവരായി ഇവർ ഈ ലോകത്തിൽ പ്രകാശമുള്ളവരായി തീരണമേ. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടി വയ്ക്കുന്നു എന്ന തിരുവചനം ഇവരിൽ നിറവേറ്റണമേ. നരചൂടിയവന്റെ വിവേകവും വയോവൃദ്ധന്റെ സദുപദേശവും ഇവരെ സ്വാധീനിക്കുമാറാകണമേ. ദരിദ്രരോടുള്ള അനുകമ്പയും നീ കൊടുത്ത സമ്പത്തിന്റെ സമൃദ്ധിയിൽ മഹാമനസ്കരയും ഇവർക്ക് നൽകണമേ. ഇവർ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ വിശ്വാസത്താൽ നിറയപ്പെടണമേ. ഇസ്ഹാഖിനെ പോലെ ദൈവഭക്തരും യൗസേപ്പിനെ പോലെ കുടുംബ ബന്ധമുള്ളവരുമായി തീരണമേ. ഇവർ കുടുംബത്തിന് അലങ്കാരമായി തീരണമേ. നിന്റെ ജീവൽ ശ്വാസം നൽകി ശിശുക്കളെ നീ പരിപാലിച്ചു കൊള്ളണമേ. ഇവരുടെ പ്രവൃത്തിബദ്ധങ്ങളിൽ 30, 60, 100 പ്രതിഫലം നൽകണമേ. ബുദ്ധിയും വിവേകവും കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മവചനം ഇവരിൽ ചൊരിയണമേ. തെറ്റിപ്പോകാത്ത ധാർമ്മിക ശക്തി ഇവർക്ക് നൽകണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവർക്ക് ഒട്ടയായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസം ഇവരുടെ മേൽ എന്നേക്കും ആവസിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ദിവസം തീർച്ചയായിട്ടും ഫെബ്രുവരി 22 അല്ലേ? 22 എന്നെ സംബന്ധിച്ച് പ്രത്യേകതയുള്ള ദിവസമാണ്. നിങ്ങൾക്ക് മനസ്സിലായി, ഫെബ്രുവരി 22 എൻ്റെയും ജന്മദിനമാണ്. അപ്പോൾ അന്നേ ദിവസം KMRMൻ്റെയും ജന്മദിനമാണ്. അത് സന്തോഷമുണ്ട്. സ്ഥാപക നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഇല്ല എങ്കിലും അന്ന് മുതൽ ഇന്ന് വരെയും ഇതിനെ കുഞ്ഞുനാൾ മുതൽ ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ പരിചരിച്ച് ഇത്ര യൗവനത്തിൽ എത്തി നിർത്തിക്ക് എന്ന ഒരു സമയമാണ്. ദീർഘവീക്ഷണവും വളരെ ആഴമുള്ള പ്രാർത്ഥനയും നേതൃത്വ പാഠവും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ ഒരു സമൂഹം രൂപീകരിക്കപ്പെട്ടതെന്നറിയാം. തീർച്ചയായിട്ടും പ്രസിഡന്റ് പറഞ്ഞതുപോലെ അതിൻ്റെ ഗുണങ്ങൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്നു. ദൈവത്തിന് നന്ദി പറയും. ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ അത് തിരഞ്ഞെടുത്ത് അതാണ് ഇഷ്ടമുള്ള ഇടയന്മാരെ നിങ്ങൾക്ക് നൽകും എന്ന് പറയുന്നത്. വൈദികർ എന്നത് മാത്രമല്ല, സമൂഹത്തെ നേതൃത്വം കൊടുക്കുന്നതിന് സമയാസമയങ്ങളിൽ ദൈവം അതാത് ആവശ്യമുള്ളവരെ തിരഞ്ഞെടുക്കും. അത് പ്രവാചകന്മാരെങ്കിൽ പ്രവാചകന്മാരെ, രാജാക്കന്മാരെങ്കിൽ രാജാക്കന്മാരെയൊക്കെ തിരഞ്ഞെടുത്ത് ദൈവം തൻ്റെ ജനത്തെ ഒരുക്കുന്നത് പോലെ നമ്മളിൽ മുൻപേ ഉണ്ടായിരുന്ന കുറേ പേരെ തിരഞ്ഞെടുത്ത് അതുപോലെ രൂപീകരിച്ചു. എന്നാൽ അന്നുള്ളവർ മാത്രമല്ല, അന്ന് മുതൽ ഇന്ന് വരെ ഇതൊരു കോട്ടവും പറ്റാതെ ഇത്രയും കൊണ്ടെത്തിച്ച നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഞാനും ഇതിലംഗമായി ഇന്ന് വന്ന ജിനോ വരെ അതിൻ്റെ ഭാഗമായി ഒന്ന് മാറുമ്പോൾ അത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും സർവേശ്വരന് മുമ്പാകെ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മധുര ദിനത്തിന് കേക്ക് കത്തിവെക്കുന്നത്